ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു അവർ യുഎസ്എസ് ക്ലാസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പ്രൈസ് ഓഫ് 1 kilogram ഓഫ് okra ഈസ് 30 rupee. ദെൻ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 2.5 kilogram? ഇവിടെ പ്രൈസ് ഓഫ് 1 kg is given there. The price of 1 kg that is 30 rupees. Okay, 1 kg 30 rupees. Then what about the price of 2.5 kg? The 2.5 kg means it will write like this. Okay, 2.5 എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതുന്നേ? 2/1/2. ഇവിടെ 1 കിലോയ്ക്ക് 30 rupees ആണ്. അങ്ങനെയാണെങ്കിൽ 2.5 എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ കണ്ടെത്താം? ഒരു ആപ്പിളിന് 5 രൂപയാണെങ്കിൽ 10 ആപ്പിളിന് എത്ര ചോദിച്ചാൽ നമ്മൾ സാധാരണ എന്താ ചെയ്യാണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യാറ്. ദ സെയിം വേ ഇവിടെ ഇത് ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഇൻറ്റു 30 ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഇത് മിക്സഡ് ആണല്ലോ അല്ലെ? ഇത് മിക്സഡ് നമ്പർ ആയതുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇംപ്രോപ്പറിലേക്ക് ആക്കുന്നു. 2 × 2 4, 4 + 1 5, 5/2 ഇൻറ്റു എന്താണ് 30. ഇനി നമ്മൾ എന്ത് കൊടുക്കുന്നു? 30 × 5 എത്ര വരിക? 150 വരും. 150 ഡിവൈഡഡ് ബൈ 2 കൊടുക്കുന്നു. അപ്പൊ നമുക്ക് എത്രയാ ആൻസർ വരിക? 75 ആണ് നമ്മുടെ ആൻസർ വരിക. 1 കിലോയ്ക്ക് 30 ആണെങ്കിൽ 2.5 kgക്ക് എത്രയാണ് വരിക? 2.5 കിലോയ്ക്ക് എത്രയാണ് വരിക? 75 rupees ആണ് വരുന്നത്. ഓക്കെ, പൊതുവെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഗ്രേറ്റസ്റ്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ. ഇതിനകത്ത് വലുത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ സാധാരണയായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫ്രാക്ഷനിൽ ഗ്രേറ്റസ്റ്റ്. അപ്പൊ ഫ്രാക്ഷന് അസെൻഡിങ് ഓർഡറിൽ എഴുതുക, ഗ്രേറ്റസ്റ്റ് സ്മോളസ്റ്റ് ഒക്കെ എഴുതാന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് LCM കണ്ട് ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ടൊക്കെ ചെയ്യുന്ന മെത്തഡാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഭയങ്കര ടഫല്ലേ, എത്ര നേരം എടുക്കും ചെയ്യണമെങ്കിൽ. അപ്പൊ കുറച്ചും കൂടി ബെറ്റർ ആയി ഈസി ആയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. LCM ഒന്നും കാണാതെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫ്രാക്ഷൻസ് കമ്പയർ ചെയ്യാം. ആദ്യം ഈ രണ്ട് ഫ്രാക്ഷൻസും കമ്പയർ ചെയ്യാൻ മീൻസ് അതിനെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഇത് രണ്ടിൽ ഏതാ വലുതെന്ന് നോക്കാം. പിന്നെ നമുക്ക് അതിനെ അടുത്തതുമായിട്ട് ചെയ്യാം. പിന്നെ അത് അടുത്തതുമായിട്ട് അങ്ങനെ കമ്പയർ ചെയ്യാം. ആദ്യം ഇത് രണ്ടിൽ ഏതാ വലുതെന്ന് നോക്കാം. അതറിയാനായിട്ട് ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതാം. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതാം. എന്നിട്ട് അതിനകത്ത് ഏതാണോ വലിയ നമ്പർ കിട്ടുന്നത് അതായിരിക്കും വലിയ ഫ്രാക്ഷൻ വരിക. അപ്പൊ നമുക്ക് ആദ്യം 18 × 8 ചെയ്യാം. 18 × 8 എന്ന് പറയുമ്പോൾ എത്രയാ മക്കളെ വരിക? അത് 144 അല്ലേ വരുന്നത്. അപ്പൊ 144 നമ്മൾ ഇവിടെ എഴുതി. അതായത് നമ്മൾ ഇങ്ങനെ വേണമെങ്കിൽ മാറ്റി താഴെ എഴുതണമെങ്കിൽ എഴുതാം കേട്ടോ. 18 × 8 എന്ന് പറഞ്ഞാൽ 144 വരും. നമ്മൾ ചെയ്ത് നോക്കാം. അടുത്ത് നെക്സ്റ്റ് വരുന്നത് എന്താ? 19 അല്ലേ വരുന്നേ. അപ്പൊ 19 × 9 എത്രയാന്ന് നോക്കാം. എത്രയാ വരിക? 171 വരുന്നത്. അപ്പൊ 144 ആണോ 171 ആണോ വലുത്? 171 അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 9/18 ആണ് വലുത്. ഇത് നമ്മൾ കളഞ്ഞു, ഇത് അവിടെ ഇല്ല. ഓക്കെ, ഇനി അടുത്ത ഇത് രണ്ടും കൂടെ നോക്കാം. ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ 9/18 7/13 വരുന്നുണ്ട്. ഇതിനകത്ത് ഏതാ വലുതെന്ന് നോക്കണം. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ കമ്പയർ ചെയ്യാം. ഇതങ്ങ് മായ്ച്ചു കളഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യുമ്പം ഇത് രണ്ടും കൂടെ ഇങ്ങനെ നോക്കാം. 13 × ഏതാ വരിക? 13 × 9 അല്ലേ വരുന്നേ. 13 × 9 എന്ന് പറയുമ്പോൾ എത്രയാ വരിക? 117. അത് അവിടെ എഴുതി. ഇനി നമ്മൾ എന്താ വരിക? 18 × 7 ആണ് വരുന്നത്. 18 × 7 എന്ന് പറയുമ്പോൾ 126 വരും. അപ്പൊ ഇവിടെ ഏതാ വലുത്? ഇതാണ് വലുത് അല്ലേ, ഇതാണ് വലുത്. അപ്പൊ ഇത് നമ്മൾ ക്രോസ് ചെയ്ത് കളയുന്നു. അപ്പൊ ആ വലുത് മാത്രം നമ്മൾ അവിടെ നിർത്തുന്നു. വലുത് വരുന്ന ഏതാണോ നിർത്തുന്നു. ഇനി നമ്മൾ അടുത്ത നമ്പർ എടുത്തു. അടുത്ത നമ്പർ ഏതാ? ഇത് രണ്ടുമാ ഉള്ളത്. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുവാണേ. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. 17 × 7 അല്ലേ വരുന്നേ. അപ്പൊ എത്രയാ വരിക? 17 × 7 നോക്കാം. 17 × 7 എന്ന് പറയുമ്പോൾ 119 വരും. പിന്നെ വരുന്ന ഏതാ? ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചെയ്യാം. പിന്നെ വരുന്ന ഏതാ? 13 × 8 വരിക. 13 × 8 എന്ന് പറയുമ്പം ഏതാ വരിക? 104 വരിക. 104 വരിക. അപ്പൊ മക്കളെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഏതാ അതിനകത്ത് വലുത് വന്നിരിക്കുന്നേ? ഇതാണ് വലുത് വന്നിരിക്കുന്നത് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ ഇതിനകത്ത് ഇതാണ് വലിയ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫ്രാക്ഷൻ കമ്പയർ ചെയ്യാൻ പറയുമ്പം ഈ രീതിക്കും ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? LCM കണ്ടുപിടിച്ചിട്ടും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഏതാണ് എളുപ്പം? LCM കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇത്രയും നമ്പറിന്റെ LCM കണ്ടുപിടിച്ച് ഡിനോമിനേറ്റർ ഒരുപോലെ ആക്കി വേണം ചെയ്യാൻ. അപ്പൊ അതിനും ബെറ്റർ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.